മുഅ്മിനുകൾ അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി ശ്രമിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം എന്നത് ഒരാദർശ വിശുദ്ധിയുടെ ജീവിതക്രമം ജനങ്ങളെ പഠിപ്പിച്ച ഒരു ദീനാണ്. മറ്റിതര സമുദായങ്ങൾ പോലെ ഒരു സമുദായം എന്ന നിലയിലല്ല ഇസ്ലാം എന്ന പദം ഉപയോഗപ്പെടുത്തുന്നത്. പ്രവാചകന്മാരെല്ലാവരും ഏതാണ്ട് ഇസ്ലാമിനെ ജനങ്ങളിൽ പ്രബോധനം നിർവഹിച്ചവരും ഇസ്ലാം എന്ന ആദർശത്തിൻ്റെ പൊരുളുകൾ അവരെ തെര്യപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തവരുമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, സൂറ ആലി ഇംറാൻ. അല്ലാഹുവിങ്കൽ അവൻ നൽകിയ ജനങ്ങളിൽ എത്തിച്ച ദീൻ എന്നത് ഇസ്ലാമാകുന്നു. അല്ലാഹുവിങ്കൽ പ്രവാചക ചരിത്രം നമ്മൾ ആദം അലൈഹിസ്സലാമിൽ തുടങ്ങുന്നുവെങ്കിലും ചരിത്രപരമായി ജ്ഞാതമായിട്ടുള്ളത്, അറിവായിട്ടുള്ളത് നൂഹ് അലൈഹിസ്സലാം മുതലാണ്. അതുകൊണ്ട് ഹദീസുകൾ ബുഖാരി അടക്കമുള്ളവർ അവ്വലർ റസൂൽ, ആദ്യ റസൂൽ എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ച ഒരു വാക്ക് വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിമുകളിൽ ഒരാളായി തീരുക, അങ്ങനെ ഞാനൊരാളാവും. അപ്പോൾ ആദിമ മനുഷ്യൻ മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ പ്രവാചകൻ മുതൽ മുസ്ലിമുകളാണ്. മുസ്ലിമുകളായി ഉൾപ്പെടണം, മുസ്ലിമുകളിൽ ഉൾപ്പെടണം, മുസ്ലിമുകളായി ജീവിക്കണം എന്നതാണ് പ്രവാചക അധ്യാപനം എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് വരുമ്പോൾ ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹീമിനോട് അള്ളാഹു ആജ്ഞാപിച്ചു, നീ മുസ്ലിം ആവുക, അസ്ലിം. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകിയത് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അഖില ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പന ഉൾക്കൊണ്ടും പാലിച്ചും നിവർത്തിച്ചും ഞാൻ പൂർണ്ണമായും മുസ്ലിമായിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വളരെ സുവ്യക്തമായി ഖുർആനിൽ പല ആയത്തുകളിൽ വിവരിച്ചതാണ്. നമ്മളങ്ങനെ ഒരു ചരിത്രത്തിലേക്ക് വരികയല്ല. ഒരാദർശത്തിൽ എല്ലാ നബിമാരും ഐക്യപ്പെട്ടവരാകുന്നു എന്ന് ഏറ്റവും ചുരുക്കം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഒരാദർശം, അതാണ് ഇസ്ലാം. എന്നാൽ ഇബ്രാഹിം പിന്നീട് വന്ന തൻ്റെ തലമുറകൾക്ക് കൈമാറിയ ഒരു സന്ദേശം വിശുദ്ധ ഖുർആനിലെ
സൂറത്തുൽ ബഖറയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതിനകത്ത് 2-3 കൽപ്പനകളുണ്ട്. അതിലൊന്ന് അദ്ദേഹം തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്തു. വസിയത്ത് പാലിക്കപ്പെടേണ്ട അന്ത്യാഭിലാഷമാണ്. ഒരു പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു കാര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നു നിലവിലുള്ള തലമുറകളോട്. വയഅഖൂബ്, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളിൽ പിന്നീട് വന്ന യഅഖൂബ് അലൈഹിസ്സലാം. യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ മക്കളെ, അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ഈ ദീനിനെ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമുകളായിട്ടല്ലാതെ മരണപ്പെടരുത്. ഇതിപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നാം ആയത്തുകൾ പരിശോധിക്കുമ്പോൾ മുസ്ലിമാവുക, മുസ്ലിമുകളായി ജീവിക്കുക, ഇസ്ലാം ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കുക, മുസ്ലിമായി മരണപ്പെടുക എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേൾക്കാം. ഇപ്പം ചുരുക്കം നബിയുടെ ഖുതുബകൾ നാം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 500-ലധികം ജുമുഅ ഖുതുബകൾ അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ നിർവഹിക്കുകയുണ്ടായി. ഏതാണ്ട് അതെല്ലാം തന്നെ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. നബി അന്ന് പറഞ്ഞ ഓരോ വെള്ളിയാഴ്ചയിലെയും ഖുതുബകൾ വായിക്കാൻ കിട്ടും നമുക്ക് ഗ്രന്ഥരൂപത്തിൽ തന്നെ. അതിൽ എല്ലാ ഖുതുബയിലും ആദ്യം പറഞ്ഞ ഒരു വാക്കുണ്ട്, ആയത്തുണ്ട്. അത് തന്നെയാണ് 500 എണ്ണത്തിലും ആവർത്തിച്ചത്. അതിൽ വളരെ സുപ്രധാനമായ 3 കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അള്ളാഹുവിന് വഴിപ്പെടേണ്ട ക്രമത്തിൽ നിങ്ങൾ വഴിപ്പെടണം. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമത്തിലാണ് സൂക്ഷിക്കേണ്ടത്. അള്ളാഹുവോട് അച്ചടക്കം പാലിക്കേണ്ടത് ഏത് ക്രമത്തിലാണോ ആ ക്രമത്തിൽ അച്ചടക്കം പാലിക്കണം. നിങ്ങൾ ഒരിക്കലും മുസ്ലിമുകളായിട്ടല്ലാതെ മരണപ്പെടരുത്. അതൊരു വലിയ ജാഗ്രതയുടെ സന്ദേശമാണ്. മുസ്ലിമുകളായി മരിക്കുക ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമാണത്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് എങ്ങനെയും ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന ചിന്താഗതിയാണ്. അത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകതയല്ല, ഒരു മത സമുദായത്തിൻ്റെയും കുറവുകൊണ്ടുമല്ല, മറിച്ച് അങ്ങനെയാണ് ജീവിത സാഹചര്യം കൊണ്ട് എത്തിക്കുന്നത്. അപ്പം അങ്ങോട്ട് നാം കൂടുതലായിട്ട് പ്രവേശിക്കുകയല്ല. അപ്പം നബിയുടെ മുഴുവൻ ഖുതുബയുടെയും തുടക്കം ഈ കാര്യം കൽപ്പിച്ചിട്ടാണ്. അതാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്ത്. അതേ ആയത്ത് തന്നെയാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമുകളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത്. അപ്പം മുസ്ലിമുകളായി മരിക്കുക എന്നത് മുസ്ലിമുകളായി ജീവിക്കുന്നവരുടെ ഒരു അവകാശമായി ഉൾക്കൊള്ളണം. മുസ്ലിമുകളായി ജീവിക്കുന്നവർക്കൊരു നിശ്ചയദാർഢ്യം വേണം, മുസ്ലിമുകളായിട്ട് തന്നെ മരിക്കണമെന്ന്. കാരണം അതാണ് ഇഹപര ജീവിത വിജയത്തിൻ്റെ വഴിയും പാതയും. അതാണ് അതിൻ്റെ തട്ടകം. എന്നിട്ട് യഅഖൂബ് നബിയുടെ മക്കൾ പറഞ്ഞ മറുപടി ഉണ്ട് അവിടെ. അപ്പോൾ ഇബ്രാഹിം നബി തൻ്റെ മക്കൾക്ക് നൽകിയ അന്ത്യോപദേശം, അത് യഅഖൂബ് നബി തൻ്റെ മക്കൾക്ക് കൈമാറിയത്, പിന്നീട് വന്ന തലമുറ അതിനോട് പ്രതികരിച്ച ഒരു രീതി സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു അത് വിവരിക്കുന്നു. അത് തുടർച്ചയായിട്ടുള്ള ആയത്തുകളാണ്. നഅ്ബുദു ഇലാഹക, അവിടെയാണ് ഇസ്ലാമിൻ്റെ വ്യതിരിക്തത വരുന്നത്. മുൻപ് പറഞ്ഞ ആയത്തൊക്കെ ഇസ്ലാമാവുക, മുസ്ലിമുകളാവുക, അങ്ങനെ ജീവിക്കുക, അങ്ങനെ മരിക്കുക എന്നാണ്. ഇവിടെ ഇവർ പറയുന്നത് കുറച്ചുകൂടി സ്പഷ്ടമായി, അങ്ങയുടെ ഇലാഹിന് ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. ആ ഇലാഹ് ഏകനാണെന്ന് സ്ഥാപിക്കലായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യം.
ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കേണ്ടി വന്നതും അത് പറഞ്ഞതിൻ്റെ പേരിലാണ്. നാട് കടത്തപ്പെട്ടതും ഹിജറ പോകേണ്ടി വന്നതും ഒറ്റപ്പെടുത്തപ്പെട്ടതും ആട്ടിയോടിക്കപ്പെട്ടതും നിരവധി ഏറ്റുമുട്ടലുകൾ ഉണ്ടായതും അഗ്നിക്കിരയാക്കപ്പെട്ടതും ഒക്കെ ഇലാഹ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് സർവ ഇലാഹുകളെയും കഴിയൊഴിഞ്ഞിട്ട് ഏകനാണ് ഇലാഹ് എന്ന് ജനങ്ങളോട് പറഞ്ഞപ്പോഴാണ് പ്രതികരണം ഈ രൂപത്തിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ മക്കൾ പറഞ്ഞത്, അങ്ങയുടെ ഇലാഹിനെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഇലാഹ ആബായിക്ക, അങ്ങയുടെ മാത്രമല്ല അങ്ങയുടെ പൂർവപിതാക്കൾ അഖിലരുടെയും ഇലാഹ് ഏകനാണ്, അവനെയാണ് ആരാധിക്കുക. അപ്പൊ ഇതിന് മുൻ കഴിഞ്ഞു പോയ ഒരാളും എനിക്കും എൻ്റെ ഈ വിശ്വാസത്തിനും ഇടയിൽ കടന്നു വരുന്നില്ല. അങ്ങ് യാക്കൂബ് നബി അടക്കം, അതുപോലെ ഇബ്രാഹിം നബി അടക്കം, നൂഹ് നബി അലൈഹിസ്സലാം അടക്കം, ആദം നബി വരെയുള്ള അമ്പിയാക്കന്മാരാരും ഈ ഇബാദത്തിൽ ഞാനും എൻ്റെ ഈ ഇബാദത്തിൻ്റെയും ഇടയിൽ കടന്നു വരുന്നില്ല. ഏകനായ ഇലാഹിനാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. ഇലാഹൻ വാഹിദൻ, ഏകനായ ഇലാഹിന്. വനഹ്നു ലഹു മുസ്ലിമൂൻ, അതാണ് ആയത്തിൻ്റെ പര്യവസാനം. ഞങ്ങൾ ആ ഇലാഹിന് കീഴൊതുങ്ങുകയാണ്, പൂർണ്ണമായും സമ്മതിക്കുന്നു, പൂർണ്ണമായും വിധേയപ്പെടുന്നു, പൂർണ്ണമായും അച്ചടക്കം പാലിക്കുന്നു. ഞങ്ങൾ ഏകനായ ഇലാഹിനെയാണ് ഉൾക്കൊള്ളുന്നത്. മൂസ അലൈഹിസ്സലാം ഈ വിശ്വാസത്തെ കുറച്ചുകൂടി വേറൊരർത്ഥത്തിലേക്ക് വിവരിക്കുന്നത് നമുക്ക് കാണാം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ്. യാ ഖൗമി ഇൻ കുന്തും ആമൻതും ബില്ലാഹ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ. അപ്പോൾ ഇത് നമ്മളാണ് ജനം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫഅലൈഹി തവക്കലു, സർവവും അവനിൽ ഏൽപ്പിക്കുക. നമുക്ക് കഴിയാത്തതാണ്, സാധാരണ ഒരു വിശ്വാസിക്കും കഴിയാത്തതാണ് ഇപ്പം ഈ പറയണത്. അപ്പം നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ അവനിൽ ഏൽപ്പിക്കണം. തവക്കുൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യവും ആഗ്രഹങ്ങളും ആവലാതികളും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ എല്ലാം അവനിൽ നിന്ന് അവൻ്റെ ഇലാഹിലേക്ക് ഉയർത്തപ്പെടണം. അങ്ങനെ എല്ലാം അവനെ തന്നെ അവൻ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചാൽ പിന്നെ ആ വിശ്വാസത്തിൻ്റെ നിഷ്കളങ്കത വളരെ വലിയ മാറ്റുള്ളതായി മാറും. പിന്നെ ഇതിനിടയിൽ വേറൊരു ഷിർക്കും ബിദ്അത്തും ഒന്നും കടന്നു വരുന്നില്ല. ഞാൻ എന്നെ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഫഅലൈഹി തവക്കലു, നിങ്ങൾ അവനിൽ പരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക. ഇൻ കുന്തും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമുകളാണെങ്കിൽ. അപ്പോൾ ഇസ്ലാം ജീവിതത്തിൻ്റെ നമ്മുടെ അനുഭവ ലോകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമുകളാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ച് നിങ്ങൾ സ്വതന്ത്രരാവുക. ഇത് അത്ര എളുപ്പം കഴിയില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ പല കാര്യങ്ങൾക്കും പലരെയും വേണം. അങ്ങനെ എന്തോരം ഉണ്ടായാലും മതിയാകാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇലാഹുകൾ. ഇപ്പൊ അവ്വലുർ റസൂല് എന്നത് നൂഹ് അലൈഹിസ്സലാം എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ ചരിത്രം തുടങ്ങുന്നിടത്ത് തന്നെ മനുഷ്യവംശത്തിന് അത്താണികളായി, അല്ലാഹുവിന് പുറമെ അത്താണികളായി, സഹായികളായി, എല്ലാവരുടെയും പ്രശ്നം ഏറ്റെടുക്കുന്ന കേന്ദ്രങ്ങളായി ഒരുപാട് ആരാധ്യതകൾ, ആരാധ്യമൂർത്തികൾ, ആരാധിക്കപ്പെടുന്ന മഹത്തുക്കൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എത്രയോ യുഗങ്ങൾക്ക് മുൻപാണ്. നൂഹ് നബി മുതലാണ് നമുക്ക് ചരിത്രം കിട്ടുന്നത് യഥാർത്ഥത്തിൽ. പിന്നെ ബാക്കിയെല്ലാം അനുമാനങ്ങളാണ് അതിന് മുൻപിലേക്ക്. അപ്പൊ അന്ന് പോലും യാ ഖൗമി ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ,
നിങ്ങൾ വദ്ദിനെയും യഗൂസിനെയും യഊക്കിനെയും നസറിനെയും സുവാഹിനെയും നിങ്ങൾ കൈവെടിയരുത്. ഇതെല്ലാം നമുക്ക് വേണം. ആ ഒരു വിശ്വാസ പാരമ്പര്യം പൈതൃകമായി കൊണ്ടു നടന്ന ഒരു ജനതയോട് മൂസ അലൈഹിസ്സലാം വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അവരോട് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ മുസ്ലിംകളാണെങ്കിൽ നിങ്ങളുടെ എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാം. നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന, ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ മുസ്ലിംകളാണെങ്കിൽ നിങ്ങൾ എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ മതി. ഹവാരികൾ, മൂസ അലൈഹിസ്സലാമിന് ശേഷം വന്നത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമാണ്. ഒരു ആദർശ ഐക്യം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. നൂഹ് നബി മുതലാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഹവാരികൾ പറഞ്ഞത് ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബലിഹി ഹും ബിഹി യുഅ്മിനൂൻ. കിതാബ് ലഭിച്ചവർ, ഇതിനു മുൻപ്, അപ്പൊ നബിയുടെ മുൻപ് കിതാബ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ, അവർ ആ കിതാബിൽ വിശ്വാസമുള്ളവരായിരുന്നു. നമുക്ക് ഖുർആനിൽ എങ്ങനെ വിശ്വാസമുണ്ടോ അതുപോലെ അവർ അവരുടെ കിതാബുകളിൽ വിശ്വാസമുള്ളവരായിരുന്നു. വഇദാ യുത്ല അലൈഹിം, അവരിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവരെ കേൾപ്പിക്കുകയാണ്. ഖാലു ആമന്നാ ബിഹി, അവർ അതിന് മറുപടി പറഞ്ഞിരുന്നത് ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, കിതാബിലും വിശ്വാസമുണ്ട്. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, ഇത് ഞങ്ങളുടെ റബ്ബിൽ നിന്ന് സത്യസന്ധമായും ഞങ്ങൾക്ക് വന്ന് കിട്ടിയ വേദമാകുന്നു എന്ന് അവർ പൂർണ്ണ വിശ്വാസത്തിൽ അത് അംഗീകരിച്ചിരുന്നു. ഇന്നാ കുന്നാ മിൻ ഖബലിഹി മുസ്ലിമൂൻ, ഞങ്ങൾ ഇതിനു മുൻപും മുസ്ലിമുകളായിരുന്നു എന്നാണ് ഹവാരിയുകൾ മറുപടി പറഞ്ഞത്. അപ്പോൾ ഈസ അലൈഹിസ്സലാമിൻ്റെ കാലത്തേക്ക് വന്നു. അപ്പോൾ ഇതിനു മുൻപും ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം എന്നത് കേവലം ഏതെങ്കിലും ഒരു ജാതിയുടെ അംഗങ്ങൾ എന്ന അർത്ഥത്തിലല്ല, ഒരാദർശ അധിഷ്ഠിത ജീവിതക്രമം അനുകരിച്ച് ശീലിച്ച് ലോകത്ത് മാതൃകയായി കഴിയുന്നവരാണ് ഞങ്ങൾ എന്നാണ് അവർ മറുപടി പറഞ്ഞത്. മൂസ അലൈഹിസ്സലാമിൻ്റെ മുൻപിൽ ഒരായത്ത് കൂടി നമ്മൾ അതിൻ്റെ തുടർച്ചയായി അത് പഠിക്കുമ്പോഴാണ് പരസ്പര ബന്ധങ്ങൾ അമ്പിയാക്കന്മാർക്കിടയിൽ ജനങ്ങളിൽ പ്രബോധനം നിർവഹിച്ച പ്രബോധനത്തിൻ്റെ ഐക്യരൂപം നമുക്ക് മനസ്സിലാക്കുക. സാഹിറുകൾ പറഞ്ഞു, അത് മൂസ അലൈഹിസ്സലാമിനും ഹാറൂനും എതിരിൽ അവരെ പരാജയപ്പെടുത്തി ഫറോവയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടന്ന അവസാന ശ്രമം. അതിനപ്പുറം വേറൊന്നും പറയാനും ചെയ്യാനുമില്ല. പക്ഷേ അവർ പരാജയപ്പെടും അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ, ആയത്തിൻ്റെ മുൻപിൽ. അത് മുഅ്ജിസത്താണ്. അത് ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ ഒന്നാണ്. ഖുർആനിൽ ഏറ്റവും ആവർത്തിച്ച ഒരു നബി മൂസ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. അപ്പോൾ ആയത്തിൻ്റെ മുൻപിൽ സാഹിറുകൾ പൂർണ്ണമായി പരാജയപ്പെടുകയും ഇനി ഒരു അടിച്ചമർത്തലോ വംശഹത്യ നടത്തലോ ഇല്ലാതാക്കലോ ഒന്നടങ്കം ഒടുക്കുകയോ അല്ലാതെ വേറെ വഴിയൊന്നും ഫറോവ എന്ന ഭരണകൂടത്തിനില്ല. പിന്നെ പരാജയത്തെ അതിജയിക്കാൻ എല്ലാ വഴിയുടെയും അവസാനമാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട് ഫിർഔനിനോട്, ഇന്ന ആമന്നാ ബിറബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവ് എന്ന ഒരു പ്രഖ്യാപനം ചെറിയൊരു വാക്കല്ല. രക്ഷകൻ അല്ലാഹുവാണെന്ന് അവർക്ക് ബോധ്യം വരികയാണ് അവിടെ. ഞങ്ങളിതാ ഞങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, രക്ഷകനായ നാഥനിൽ. എന്താ കാരണം? ലിയഗ്ഫിറ ലനാ ഖതീആതിനാ ലിയഗ്ഫിറ ലനാ ഖതായാനാ,
ഞങ്ങളുടെ പിഴവുകളെല്ലാം അവൻ പുറത്തു തരുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ അവനിൽ വിശ്വസിക്കാൻ കാരണം ഇതുവരെയും ഞങ്ങൾ ജീവിച്ചതും ഈ സമൂഹത്തെ ജീവിപ്പിച്ചതും ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തിയതൊക്കെ പല രൂപത്തിലാണ്. ഇതൊന്നും ശരിയല്ല എന്ന ബോധ്യം വന്നു. അതെല്ലാം പിഴവുകളാണ്, അയാഥാർത്ഥ്യങ്ങളാണ്, അസത്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത ഞങ്ങളുടെ ഈ കുറ്റങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരും. എപ്പോൾ? ഈമാൻ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ വിശ്വസിക്കുന്നത്. ഒമാ അക്രഹത്തിന അലൈഹി മിനസ് സിഹർ, ഇത് നിർബന്ധിതമായി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പ്രചാരണം ഞങ്ങളായിരുന്നു. കളവുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ഉദ്യോഗം, ആ ഒരവസ്ഥയാണല്ലോ, അതാണ് സിഹർ. പക്ഷെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇന്നും അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ പൊരുളന്വേഷിച്ച് നടക്കുന്നു എന്ന് മാത്രമല്ല, അത് ഫിർഔന് പോലും ബോധ്യപ്പെട്ടിട്ടും നമ്മുടെ പണ്ഡിതന്മാർക്ക് ബോധ്യം വന്നില്ല. അതാണ് ഇന്നത്തെ ദാരുണമായ അവസ്ഥ. വല്ലാഹു ഖൈറുൻ വഅബ്ഖ, അല്ലാഹുവാണ് ഉത്തമൻ, അവനാണ് എന്നെന്നും അവശേഷിക്കുന്നവനും. അവൻ്റെ മുൻപിൽ ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അവനുള്ള ഈമാൻ ഉൾക്കൊള്ളണം. ഞങ്ങൾ ഇതാ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിനപ്പുറം അവരെ അതിജയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് നിലനിൽക്കാനും കഴിയില്ല. ഇന്നഹു മൻ യഅതി റബ്ബഹു, ഏതൊരാൾ അവൻ്റെ രക്ഷിതാവിൻ്റെ അടുത്ത് വരുന്നുവോ. ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ മറുപടിയാണ്. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. അവനാണ് ഏറ്റവും ഉത്തമൻ, അവനാണ് എന്നെന്നും അവശേഷിക്കുന്നവൻ. ആ റബ്ബിൻ്റെ അടുക്കൽ ആരെയാണോ കൊണ്ടുവരുന്നത്, ആരാണോ അവൻ്റെ അടുത്ത് വരുന്നത്, മുജിരിമൻ, അക്രമകാരിയായിട്ട് വന്നാൽ, ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, മരിക്കലുമില്ല, മരിച്ചാലാണല്ലോ പിന്നെ ജീവിക്കേണ്ടി വരിക. പിന്നെ ജീവിതവും ഇല്ല, മരണവും ഇല്ല, ജീവിതവും ഇല്ല. എന്നെന്നും ജഹന്നമാണ് അവൻ്റെ വാസസ്ഥലം എന്ന് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മുൻപിൽ മുജിരിമായി ഒരാൾ എത്തിയാൽ പിന്നെ അവന് രക്ഷയില്ല എന്നല്ല, ശാശ്വതമായ അവസ്ഥ അവൻ്റേത് ജഹന്നമിലാകുന്നു. വമൻ യഅ്തിഹി മുഅ്മിനൻ, ഇനി ഈമാനോടുകൂടി അള്ളാഹുവിങ്കൽ ആരാണോ വന്നണയുന്നത്, ഖദ് അമില സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു, വിശ്വാസം മാത്രമല്ല അവൻ അമലുകളും ചെയ്തു, ഫൗലായിക ലഹുമുദ് ദറജാത്ത്, അവന് ഓരോരുത്തരുടെയും തോതനുസരിച്ച് പദവികൾ ഉണ്ടാവും. അൽ ഉല, ഉന്നതമായ പദവികൾ അള്ളാഹു നൽകുന്നതാണ്. ജന്നാത്തു അദ്നിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, അത് വലിയ ഉദ്യാനങ്ങളാണ്, ശീതള ഛായകൾ നിറഞ്ഞതാണ്, രമ്യഹർമ്മങ്ങളുടെ ഒരു പറുദീസയാണ്, ചുറ്റുഭാഗവും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇടം, അതാണ് ജന്നാത്തു അദ്ൻ. അതാണ് അള്ളാഹുവിങ്കൽ മുഅ്മിനായി വന്നണയുന്ന ഒരാൾക്ക് അവൻ ഒരുക്കുന്ന സങ്കേതം. വദാലിക ജസാഉ മൻ തസക്ക, ഇതാണ് ആത്മസംസ്കരണം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലമായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ തസ്കിയത്താണ് ഞങ്ങളിപ്പോൾ സ്വീകരിച്ചത്. ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇലാഹ് ഒരേ ഒരു ഇലാഹേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. ഞങ്ങളത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു അനുഗ്രഹം ആത്മസംസ്കരണം, ബോധ്യം വന്നത് അംഗീകരിക്കുക എന്നതിൻ്റെ മുൻപിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കതിന് പരിപൂർണ ബോധ്യതയിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞു എന്നാണ് അവർ അവിടെ വച്ച് മറുപടി പറഞ്ഞത്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്ദേശമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ കുന്തു ബിദ്അൻ മിനർ റുസുൽ, അംബിയാ മുർസലുകൾ ക്രമമായി വന്നുകൊണ്ടിരുന്നു. ഞാനൊരു പുതിയ ആദർശമോ പുതിയ മതമോ പുതിയ സംവിധാനമോ ആയി വന്ന ഒരു ദൂതനല്ല ഞാൻ. മറിച്ച് ഞാൻ പിന്തുടർന്നു വരുന്നത് ആദം അലൈഹിസ്സലാം തുടങ്ങി നൂഹ് നബി അലൈഹിസ്സലാം തുടങ്ങി വന്ന എല്ലാ അമ്പിയാക്കന്മാരെയും പിന്തുടർന്നുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിയുക്തനായവനാണ് ഞാൻ
എല്ലാവരും എല്ലാം ഒരേ ഒരു വാചകത്തിൽ യോജിച്ചു. ആ ഒരു വാചകത്തിന് വേണ്ടി അവർ യത്നിച്ചു. അത് ഇസ്ലാമിൻ്റെ അടിത്തറയായി. ഇത് അംഗീകരിച്ച് ജീവിക്കുന്നവർ അള്ളാഹുവിന് വഴിപ്പെട്ടവരാവും. അങ്ങനെ വഴിപ്പെടുന്നവർ പരലോകത്ത് വിജയികളായി തീരും. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയതെന്ന് മാത്രമല്ല, മുഴുവൻ അമ്പിയാ മുർസലുകളും ജനങ്ങളുടെ മുൻപിൽ ആവർത്തിച്ച് പറഞ്ഞതും പഠിപ്പിച്ചതും ഈ കാര്യമാണ്. മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.